അമ്പലവയൽ പൂപ്പൽ 2025 ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളവിടെ എത്തിയപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, 2023 നമ്മൾ വന്നിട്ടുണ്ട്, 24 വന്നു. ഇത് മെയിൻ ഗേറ്റ് എൻട്രൻസ് ആട്ടോ. 2 ഗേറ്റ് ഉണ്ട്, സെക്കൻഡ് ഗേറ്റും ഉണ്ട്, മെയിൻ ഗേറ്റും ഉണ്ട്. ഈ വരുന്ന ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മളെ നാട്ടിൽ മല്ലിക എന്നാണ് പറയുന്നത്. എന്താ പറയുക, അത് നല്ല ഹൈറ്റ് കുറഞ്ഞ തൈൽമേൽ നല്ല നല്ല വലിയ പൂക്കൾ, അതിൻ്റെ ഓറഞ്ചും മഞ്ഞയും മിക്സ് ആക്കിയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാ സെയിം മല്ലികയാണ്, പക്ഷെ കളറ് മഞ്ഞയാണ്, മറ്റേത് ഓറഞ്ചാണ്. ഇവിടെ ചെറിയൊരു തടാകമുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, തടാകമൊക്കെ നാച്ചുറലാണ്. ഈ തടാകത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളുണ്ട്. ആ ബോട്ടിലൊക്കെ നിറയെ ചെടിച്ചട്ടികളും പൂക്കളും നല്ല ഭംഗിയുണ്ടായിരുന്നു. മൈഷര് പൂവെടുത്ത് സ്മെൽ ചെയ്തൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സൂതിങ് എഫക്റ്റാണ് കേട്ടോ. നമുക്ക് മെൻ്റലി നല്ലൊരു റിലാക്സേഷനാണ്. ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ, ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ നമ്മൾ അവിടെ രാത്രിയത്തെ വ്യൂ എന്തായാലും കാണേണ്ടതാണ്, കാരണം ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല പക്കായിരുന്നു. അടിപൊളി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വൈകുന്നേരം പോയാൽ നമുക്ക് ആ ഒരു വെളിച്ചത്തിൽ ഫ്ലവേഴ്സ് കാണാം, അതേപോലെ ലൈറ്റും കൂടെ കാണാം രാത്രി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റും. ഇത് ആ തടാകത്തിൻ്റെ നടുവിലൂടെ ചെറിയൊരു പാലം ഉണ്ട്, അതിൻ്റെ വഴിയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ പല ജമന്തികളാണിത്, പല കളറുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അനിയൻ അവിടെയാണ് പഠിക്കുന്നത്, ആ കോളേജിലാണ്. അവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ വന്നതാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്. ഓരോ ശില്പങ്ങളും അതുപോലെ ഓരോ മോഡൽസൊക്കെ വെച്ചിട്ട് അതിൻ്റെ രൂപത്തിലൊക്കെ ചെടികൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ മൊത്തത്തിൽ പുല്ല് പതിച്ചിരിക്കുകയാണ്. പിന്നെ 2 പാലമുണ്ട് ഇങ്ങനെ 2 തടാകത്തിൻ്റെ ഇടയിലായിട്ട്. പിന്നെ അതിലൊന്നിൽ ഇങ്ങനെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി കാണാൻ. സൗണ്ട് എഫക്റ്റോട് കൂടെ വരുന്ന ഒരു വാട്ടർ ഫൗണ്ടെയിൻ. മൈഷക്ക് തണുക്കുണ്ട് എന്ന് പറയായിരുന്നു. അവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇത് ഡാലിയാണ് കേട്ടോ. നമ്മളൊക്കെ ഡാലിയ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഒറിജിനൽ നെയിം എന്താണെന്ന് അറിയില്ല. അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. ജനുവരി 1 മുതൽ 15 പിന്നെ അടിപൊളിയാണല്ലേ. അപ്പൊ എൻട്രൻസ് ഫീ ഒക്കെ 60 രൂപ. 3 ഇയേഴ്സ് താഴെ ബാക്കിയുള്ളവർക്ക് 30 രൂപ. അപ്പോൾ വന്ന ഏത് സമയത്ത് അവിടെ വരാൻ ഏറ്റവും വൈകുന്നേരമാണ് നല്ലത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പകലത്തെ വ്യൂ കാണാം. പിന്നെ പോയി കണ്ണുപോലത്തെ രാത്രി ലൈവ് പ്രോഗ്രാംസ് ഉണ്ടാവും. മലനാട് അല്ലെങ്കിൽ മാജിക് ഷോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. അത്യാവശ്യം ഫുഡ് കോർട്സ് ഉണ്ട്. റൈഡുകളും കുട്ടികൾക്കാണെങ്കിൽ റൈഡുകൾ, പാർക്ക്, ഒരു ദിവസം പോരാനുള്ള വക ഉണ്ട്. എല്ലാവരും വന്ന് പിന്നെ വേറെ കുറേ ഇതുണ്ട്. നിയറസ്റ്റ് ആയിട്ട് കുറേ നെല്ലറച്ചാല് പോലത്തെ കുറേ ടൂറിസ്റ്റ് വെക്കേഷൻ. നെല്ലറച്ചാല് വെള്ളച്ചാട്ടമല്ല, ഒരു തടാകം പോലെ സാധനമുണ്ട്. ടൂറിസ്റ്റ് വെക്കേഷൻ ആയിട്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. 2025 പൂപ്പുലി അടിപൊളിയാണ്. ഓക്കെ.
സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് ദുബായ് മിറാക്കിൾ ഗാർഡൻ്റെ ഒരു മിനിയേച്ചർ ഫോമായിട്ട് തോന്നും കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയ പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൂം ചെയ്ത് വെറുതെ എടുത്തതാണ് കണ്ടപ്പോൾ. അവിടെ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. നാഗവല്ലി ബാൻഡിൻ്റെ ആയിരുന്നു നാലാം തീയതി. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്ഥലത്ത്. പിന്നെ അവിടെ കുട്ടികൾക്കുള്ളൊരു ഏരിയ ഉണ്ട്, അത്യാവശ്യം പാർക്ക്, ഇങ്ങനെ കുറേ ഒരുപാട് ചെറിയ റൈഡുകളൊക്കെ. അപ്പം ഐഷയും ഷെസിലും ഒക്കെ അതിൽ കയറി അവർ അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ടൈം തികയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ 10 മണി വരെ ഉള്ളൂ അവിടെ നമുക്ക്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് മൊത്തം കറങ്ങി കാണണം. അതുകൊണ്ട് നമ്മൾ എല്ലാം കുറച്ചേ ചെയ്തുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഇനം മണ്ണിനങ്ങളാണ്. ഇതൊക്കെ അവിടെ നമുക്കൊരു എക്സിബിഷൻ മോഡൽ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ടൈം എടുത്ത് കാണണം. അങ്ങനെ ഒരുപാട് മണ്ണുകളെ വെറൈറ്റി അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല പുറത്തൊക്കെ ഇറങ്ങാനുള്ള പരിപാടികളിലാണ്. അങ്ങനെ പോരാനൊക്കെ ഏകദേശം ഒരു 10 മണി വരെ ഉള്ളൂ അവിടെ. നമ്മൾ 10 മണി 9:45 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. ഏകദേശം 10:45 ആയപ്പോൾ നമ്മൾ 10 മണിയാകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. 10:45 ആകുമ്പോൾ അനിയനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ചുരം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് 2 മണിയാവാൻ നേരത്ത് വീട്ടിലെത്തി. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക.